ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. വിഷുഫലം 2026 തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിഷുഫലത്തോടുകൂടി വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ഐശ്വര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് പല രീതിയിലുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ അനുഭവിക്കുന്ന വലിയ ഒരു ജനാവലി തന്നെ തൃക്കേട്ട നക്ഷത്രക്കാരുണ്ട്. സുഖലോലുവമായി ജീവിക്കുന്നവരുമുണ്ട്. എന്നിരുന്നാലും വലിയ ഒരു ജനാവലി ദുഃഖത്തിലും ദുരിതത്തിലുമൊക്കെയാണ് കഴിഞ്ഞുകൂടിപ്പോകുന്നത്. അങ്ങനെയുള്ള ദുഃഖ ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് മറ്റ് ഫലങ്ങളെ ഒന്നും സ്വീകാര്യമല്ല. അതായത് ഗോചര ഫലങ്ങളോ ദശാഫലങ്ങളോ ഗോചര അപഹാരങ്ങളോ മറ്റ് ദോഷഫലങ്ങളൊന്നും ഈ വിഷുഫലവുമായി ബന്ധിച്ചിട്ടല്ല. വിഷു എന്ന് പറയുമ്പോൾ മേടരവി സംക്രമണത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്ന സമയത്തെ മൊത്തത്തിലുള്ള ഗ്രഹങ്ങളുടെ ഫലമാണ് പറയുന്നത്. മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ ആണ് കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 ചൊവ്വാഴ്ച ദിവസം ചതയം നക്ഷത്രത്തിൽ കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും സുരഭികരണവും ശുഭ്ര നാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് ആണ് മകരം രാശിയിലെ മേടം രാശിയിലേക്ക് രവി സംക്രമിക്കുന്നു, ആദിത്യൻ സംക്രമിക്കുന്നു. ആ സംക്രമം അത് വളരെ വിശേഷാൽ ഉള്ള ഒരു കാര്യമാണ്. മേടം രാശിയിൽ ആദിത്യൻ നിൽക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആ സമയത്തെ ഒരു ചലനം അത് തൃക്കേട്ട നക്ഷത്രക്കാരിൽ ചില ഐശ്വര്യങ്ങൾ കൊണ്ടെത്തും. അത് ഒരു വർഷത്തെ ഫലമാണ്. ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ, എത്രയോ ദുഃഖ ദുരിതങ്ങൾ കടന്നു പോകാം. അതിനിടയ്ക്ക് ചില ഭാഗ്യങ്ങൾ തേടി വരിക തന്നെ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും ഒക്കെ വന്നു ചേരുക, ധനാഭിവൃദ്ധി വന്നു ചേരുക, തൊഴിൽ വിജയങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ പ്രധാനമായ കാര്യങ്ങളാണ്. അത് സ്വന്തമായ ജോലികൾ ചെയ്യുന്നവരോ ദീർഘനാളുകളായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി ചെയ്തിട്ട് അതൊക്കെ അധപ്പതിച്ച് പോയിട്ട് കിടന്നവർ, ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ വിചാരിക്കാൻ അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട് അന്വേഷിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത തടസ്സപ്പെട്ട് ഏതെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളോ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരിക, മറ്റ് ഏതെങ്കിലും ബാൻ ചെയ്യുക, അങ്ങനെയൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, വിദേശത്തോട്ടൊക്കെ ഒരു ജോലിക്ക് പോകുവാൻ അതിനും പണം വേണം, അങ്ങനെയൊക്കെ വിഷമിക്കുന്നവർ, അവർക്ക് ഈ 2026 വിഷുവിന് ശേഷം ഏതെങ്കിലും ഒരു അപ്രതീക്ഷിത ധനാഗമന യോഗം ഉണ്ടാകുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും തൊഴിൽ പുരോഗതികളും ഈ ഒരു വർഷത്തിനകം ഒരു നല്ല അഭിവൃദ്ധി വന്നു ചേരുക തന്നെ ചെയ്യും. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുള്ളൂ, അത് ഉറപ്പായും കിട്ടുന്നതാണ്. അത് അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അതായത് തൊഴിൽ രംഗം ഒന്നും കൂടി ഒന്ന് ഉഷാറായി വരുവാൻ യോഗമുണ്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. എനിക്കറിയാം, പല ആൾക്കാരും വിളിക്കാറുണ്ട്, ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട്. സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് തീരെ അധപ്പതിച്ച് പോയവരുമുണ്ട്. ധാരാളം ധനം കൈകാര്യം ചെയ്തിട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയ ധാരാളം ആൾക്കാരുണ്ട്. വീടും കുടിയും നഷ്ടപ്പെട്ട് ബന്ധങ്ങൾ മുറിഞ്ഞു പോയവർ വരെയുണ്ട്. അവരൊക്കെ തിരിച്ചു വരവിന് പൂർവമായ രീതിയിൽ അല്ലെങ്കിൽ പുനർവിചിന്തനം ചെയ്ത് നല്ല രീതിയിൽ കുടുംബം കെട്ടിപ്പടുക്കുവാനും
ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹോദര സ്ഥാനീയരുടെയോ മക്കളുടെയോ ഒക്കെ വെറുപ്പ് അകന്നു മാറി സന്തോഷകരമായി ഈ 2026 തീരുന്നതിന് മുൻപ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് വിഷുഫലം കൊണ്ട് കാണുന്നത്. അതായത് വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ ദീർഘകാലമായിട്ട് കിടക്കുന്നു, വളരെ മനോദുഃഖത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് യുവതികൾക്കായാലും യുവാക്കൾക്കായാലും മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും അതുപോലെ തന്നെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ടാകും. കുടുംബത്ത് ഒരു മംഗളകാര്യം നടക്കുവാൻ യോഗമുണ്ടാകും. സൽക്കാരങ്ങളിൽ പങ്കാളികളാകുക, ദാനധർമ്മം ചെയ്യുവാൻ അവസരം കിട്ടുക, അതൊക്കെ വലിയ കാര്യമാണ്. പണ്ട് രാജാക്കന്മാർക്കാണ് ദാനധർമ്മം ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാവർക്കും അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ സ്നേഹമാണെങ്കിലും ദാനം ചെയ്യുവാൻ സാധിക്കും. ഒന്നുമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന വ്യക്തികളോടാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ധാരാളം സ്നേഹമുണ്ടല്ലോ, അതൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ടും വളരെ ഐശ്വര്യപൂർണ്ണമാണ്. കുടുംബത്തെ കലഹങ്ങളൊക്കെ മാറുവാൻ യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സഹോദര സ്ഥാനീയർ സഹായത്തിനുണ്ടാകും. കടങ്ങൾ വീടും ഉറപ്പായും. എത്ര വലിയ കടമായാലും 2026 ഈ അടുത്ത വിഷുവിനകം കടങ്ങൾ കംപ്ലീറ്റ് വീടുവാൻ യോഗമുണ്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ. അതുപോലെ തന്നെ വിദേശത്ത് പോയി ഒരു നല്ല ജോലി കരസ്ഥമാക്കണമെന്ന് ദീർഘനാളുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊരു വിദേശ ജോലി അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് നല്ല ഒരു ജോലി ഒക്കെ കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. അത് അധ്യാപകർക്കായാലും മറ്റ് ഗവൺമെൻറ് ജോലിക്കാർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് IT മേഖല ചിലരൊക്കെ എങ്കിലും വിചാരിക്കുന്നുണ്ടാവും IT മേഖലക്കാർക്ക് എന്നാ കുഴപ്പം, ഗവൺമെൻറ് ജോലിക്കാർക്ക് എന്നാ കുഴപ്പം. അവർക്കൊക്കെ വരുമാനത്തെക്കാൾ കൂടുതൽ അധിക കടബാധ്യതകളും കുടുംബത്തിലെ ബാധ്യതകളും ഒക്കെ ഏറ്റെടുത്ത് ചതിക്കുഴിയിൽപ്പെട്ട് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ. അവർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ജാതകം നോക്കുന്നതിനും അതിനു വേണ്ട ജാതകാലുള്ള ദോഷത്തിന് പരിഹാരം ചെയ്യുന്നത് പുരോഗതി പ്രാപിക്കുന്നതിനുമൊക്കെ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിച്ച് ഓൺലൈനായിട്ടൊക്കെ കാര്യങ്ങൾ അറിയുവാൻ അവസരമുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തിന് ടൈം വെച്ചുകൊണ്ട് ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കരകയറുക. അത് ദാമ്പത്യ ജീവിതമായാലും തൊഴിൽ രംഗമായാലും സാമ്പത്തിക ജീവിത കാര്യമായാലും മറ്റ് ശത്രുതയായാലും ഒക്കെ നീങ്ങുന്നതിന് വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ചെയ്യാൻ സാധിക്കും. വിജയത്തിലെത്തുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ശത്രുക്കൾ നിഷ്പ്രഭരായി പോകും. അതുപോലെ തന്നെ ഇന്നലെ വരെ കുറ്റം പറഞ്ഞവർ അനുകൂലം പറയുവാൻ പോകും. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അംഗീകാരങ്ങൾ ലഭിക്കുക. അത് സമൂഹത്തിൽ മാത്രമല്ല, കുടുംബത്തും തൊഴിൽ ചെയ്യുന്നിടത്ത് ഒരു പൊസിഷൻ വന്നു ചേരുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ട ഒരു കടമ വന്നു ചേരുക, സാഹചര്യം വന്നു ചേരുക. സന്താനങ്ങൾക്ക്, അതായത് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു വിഷുഫലമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉള്ളത്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വിദ്യാർത്ഥികൾ, ധാരാളം ആൾക്കാർ വിദ്യാ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് അലസതപ്പെട്ട് മനസ്സ് നെഗറ്റീവായിട്ടിരിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ ഈ 2026 വിഷുവിന് ശേഷം ഒരു വിദ്യാവിജയങ്ങൾ വന്നു ചേരും. അധിക സമയം പഠനത്തിനായിട്ടൊക്കെ മാറ്റിവെച്ചാൽ പരീക്ഷ പാസ്സാകുന്നതിനൊക്കെ പുതിയ ജോലിയിൽ പ്രവേശിക്കുക, അതിനൊക്കെയുള്ള യോഗമുണ്ട്. വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ദീർഘനാളുകളായിട്ട് മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും വല്ലവരുടെയും വണ്ടി കൂലിക്കൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർമാർക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ ആണെങ്കിൽ ഓടിച്ച് അല്ലെങ്കിൽ വാങ്ങിച്ച് ഓടിക്കുന്നതിനും അത് വിജയിച്ച് കൊണ്ടുവരുവാനും ഒരു നല്ല സംരംഭമായിട്ട് വളർത്തുവാനും ഒക്കെ സാധിക്കും. ചെറുകിട തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. ഷെയർ മാർക്കറ്റിംഗ്, ബ്രോക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ
പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.